മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നീ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ താങ്കൾക്ക് ഒരു പുതിയ അറിവ് നൽകും. ഞാൻ ടാരോ റീഡിംഗ് ഇടാൻ തുടങ്ങിയ കാലം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചില നമ്പേഴ്സ് എഴുതിയിടും. ഉദാഹരണത്തിന് 888, 111, 520 എന്ന് പറയുന്ന പലതരം നമ്പറുകൾ എഴുതിയിടും. ഇത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സമീപകാലങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമ്പർ സിസ്റ്റമാണ്. അതിൻ്റെ പേര് ഗബ്രബോ വോയ് എന്ന് പറയുന്ന ഗബ്രബോ വോയ് നമ്പേഴ്സ് എന്നാണ്. അതൊരു റഷ്യൻ വാക്കാണ്, അതാണ് 3 പ്രാവശ്യം വായിൽ നിന്ന് ചാടിപ്പോയത്. അപ്പോൾ ഗബ്രബോ വോയ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ നമ്പർ സിസ്റ്റം എന്താണ്, ഇത് എങ്ങനെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്, ഇത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ, പ്രത്യേകിച്ച് ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്ന ഇതിൽ വർക്ക് ചെയ്യുന്ന, അതിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇത് പുതിയ അറിവായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാൻ കേരളത്തിൽ മലയാളത്തിൽ ടാരോ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. 1,00,000 ആളുകളിലേക്ക് വ്യക്തതയും സമാധാനവും അബണ്ടൻസും അട്രാക്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെ ടാരോ ഉപയോഗിക്കാം, അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതിനൊരു മൈൻഡ് മാപ്പ് എടുത്തുകൊണ്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. കുറച്ച് ആഴത്തിലുള്ളൊരു ടോപ്പിക്കാണിത്. ഗബ്രബോവോയ് നമ്പേഴ്സ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ നമ്പർ സിസ്റ്റം, എന്താണ് ഇതിൻ്റെ തിയറി എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓതർ ആയിട്ടുള്ള ഗ്രിഗറി ഗബ്രവോയ്, അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സിസ്റ്റം വന്നത് നമ്മൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത് വെറും 1963 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1998 ഇത് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു 27 വർഷത്തെ ഒരു പഴക്കം മാത്രമേ ഈ സിസ്റ്റത്തിനുള്ളൂ. ഇത് ഏറ്റവും ഫേമസ് ആവുന്നത് 2020 കോവിഡ് സമയത്താണ്. ആ സമയത്ത് നിങ്ങൾക്കറിയാലോ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇതായി. അപ്പോഴാണ് ഇതൊരു മാനിഫെസ്റ്റേഷൻ ഇതെന്ന രീതിയിൽ വല്ലാതെ പ്രചരിക്കുന്നത്. പ്രത്യേകിച്ച് ടിക്ടോക്കുകളിലൂടെയാണ് ഇത് പ്രചരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയോ അല്ലെങ്കിൽ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ചരിത്രത്തിൻ്റെ അടിത്തറയോ ഇല്ല എന്ന് ഞാൻ പറഞ്ഞോളട്ടെ. നമ്മൾ ചെയ്യുന്ന പല സിസ്റ്റത്തിനും ശാസ്ത്രീയമായ അടിത്തറയില്ല, പക്ഷെ പലപ്പോഴും വലിയൊരു ചരിത്രത്തിൻ്റെ ഒരു പിന്താങ്ങലുണ്ടാവും. ഉദാഹരണത്തിന് ടാരോ എന്ന് പറയുന്നത് എഴുതപ്പെട്ട ചരിത്രം തന്നെ 800 വർഷത്തിലധികമുണ്ട്, പല സംസ്കാരങ്ങളിലുണ്ട്. അങ്ങനെ ഒന്നില്ല എന്ന് ഞാൻ പറഞ്ഞോളട്ടെ. ന്യൂമറോളജിയോടുള്ള ഒരു അടുപ്പം കൊണ്ടാണ് ഞാൻ ഈ നമ്പേഴ്സ് നോക്കാൻ കാര്യം. കാര്യം എന്തെന്നാൽ നിങ്ങൾക്കറിയാലോ, സംഖ്യാശാസ്ത്രത്തിന് 2500 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തായിരിക്കും എന്നുള്ള ഇതിലാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇദ്ദേഹം ഒരു റഷ്യക്കാരനാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞോളട്ടെ. വളരെ എഡ്യൂക്കേറ്റഡ് ആളാണ്. ഗ്രിഗറി പെട്രോവിച്ച് ഗബ്രബോയ് എന്ന് പറയുന്ന വ്യക്തി. 1963 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഫിസിക്സിലും കണക്കിലും PhD ഉണ്ട്. ഇത് കൂടാതെ അദ്ദേഹം ഇൻഫർമേഷൻ സിസ്റ്റവും പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു അധ്യാപകനായിരുന്നു ഒരു കാലത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഒരു ഹീലർ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഹീലർ കുടുംബത്തിൽ ജനിച്ച ആളായത് തന്നെ ആ ഹീലിംഗ് ഇതും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് കാണാനുള്ള കഴിവ്, ക്ലെയർ വോയൻസ് എന്ന് പറയും. അതേപോലെ തന്നെ ഇൻഫർമേഷൻ പെർസെപ്ഷനുള്ള കഴിവ്, ഹീലിംഗ് ത്രൂ എന്താ പറയുക ഇൻഫർമേഷണൽ ഫീൽഡ്സ് എന്ന്. എന്തായാലും ഇദ്ദേഹത്തെ റഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്ത് 2 വർഷത്തോളം പ്രസണിൽ വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ലീഗലായിട്ടുള്ള ഇത് പല നേരിടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് ഈ ലോകത്ത് എല്ലാത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട്. ഓരോ വ്യക്തിക്കും ഓരോ വൈബ്രേഷൻ ഉണ്ട്, ഓരോ വസ്തുക്കൾക്കും ഓരോ വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ വൈബ്രേഷൻ നമ്മളൊരു പോസിറ്റീവായിട്ട് സംഭവം അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ വൈബ്രേഷണൽ സീക്വൻസിക്ക് എങ്ങനെ നമ്പേഴ്സിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് നമ്മൾ ന്യൂമറോളജി പഠിക്കുമ്പോൾ ന്യൂമറോളജിയിൽ പറയുന്ന ഓരോ നമ്പറിനും ഓരോ വൈബ്രേഷൻ ഉണ്ടെന്നുള്ളതാണ്. അത് തെളിഞ്ഞിട്ടൊരു സംഭവമാണ്. പക്ഷേ ഇത് അദ്ദേഹം ഒരു കോഡാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സീക്വൻഷ്യൽ കോഡാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിച്ച് നമുക്ക്, എങ്ങനെയാണ് നമ്മൾ മന്ത്ര ചാൻറ്റിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുന്നത്, അതേപോലെ ഈ നമ്പേഴ്സ് എഴുതിക്കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ എഫക്റ്റഡ് ഭാഗത്ത് വരച്ചിട്ടുകൊണ്ടോ എഴുതിയിട്ടുണ്ടോ, അതിന് അദ്ദേഹം പറയുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. അത് ചെയ്തുകൊണ്ട് ഈ വൈബ്രേഷൻസിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, അതൊരു കോഡാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇത് ഞാൻ പറഞ്ഞല്ലോ, വന്ന സമയത്ത് വലിയ രീതിയിലൊരു പോസിറ്റീവ് ഉണ്ടാക്കിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ചില ക്ലെയിംസ്, അതായത് മരിച്ചുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാം, ക്യാൻസർ മാറ്റാം, എയ്ഡ്സ് മാറ്റാം എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്ലെയിമുകളാണ് അദ്ദേഹത്തെ ജയിലിലെത്തിച്ചത് എന്ന് ഞാൻ പറഞ്ഞോളട്ടെ. അതുകൊണ്ട് ഈ സംഭവം ഞാൻ നിങ്ങളോട് തുടക്കം തന്നെ പറയുന്നു, ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് ഇതാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിലാണ് നിൽക്കുന്നത്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 ഡെവലപ്മെൻറ്റൽ ഫേസ് ഉണ്ട്.
1901 ഒരു പുസ്തകം വരുന്നുണ്ട്. ഈ പുസ്തകമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. തോട്ട് വൈബ്രേഷൻ എന്ന് പറയുന്ന ബുക്ക്, വില്യം വാൾട്ടർ അറ്റിങ്സൺ. ഈ പുസ്തകം വായിച്ചിട്ടാണ് റോണ്ട ബേണി ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നതും ഇതുണ്ടാക്കുന്നത്. ഇതിലെ തിയറി വളരെ ഇതാണ്: നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒരു ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് അട്രാക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ചിന്ത നെഗറ്റീവാണ്, നമ്മുടെ വികാരങ്ങൾ നെഗറ്റീവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നെഗറ്റീവ് മാത്രമേ അട്രാക്റ്റ് ചെയ്യുള്ളൂ. മറിച്ച് നമ്മുടെ ചിന്ത പോസിറ്റീവായിട്ട് നമ്മൾ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അത് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തും എന്നാണ് റോണ്ട ബേർണി പറഞ്ഞത്. ഇത് ഇറങ്ങിയ സമയത്ത് വൻതോതിൽ ഭയങ്കര ഇതുണ്ടായി, കുറേ ഫാൻസ് ഉണ്ടായി, കുറേ ഫോളോവേഴ്സ് ഉണ്ടായി. കുറേ ആളുകൾ എന്താ പറയുക, പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷനോട് കൂടിയിരുന്നു. പക്ഷെ അവർക്ക് റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് റിസൾട്ട് കിട്ടിയവരുണ്ട്, പക്ഷേ അധികം പേർക്കും അത് റിസൾട്ട് കിട്ടിയില്ല. കാര്യം വെച്ചാൽ എപ്പോഴും നിങ്ങൾക്കറിയാലോ, ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഉദാഹരണത്തിന് നമുക്ക് നല്ല ചിന്തയും നല്ല വികാരങ്ങളും ഉള്ളതുകൊണ്ട് അടുപ്പിൽ എന്താ പറയുക, ചോറ് വേവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോഴാണ് ജോ വൈറ്റാലി എന്ന് പറയുന്ന, ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന എൻ്റെ മെൻറ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ തിയറിയൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്ത പോസിറ്റീവ് വേണം, പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് വേണം, അതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അതായത് എപ്പോഴും പ്രവർത്തിക്കുന്നതിനടുത്ത് മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആക്ഷൻ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ വരുന്നത്. അദ്ദേഹം ഈ റോണ്ട ബേർണിയുടെ ദ സീക്രട്ട് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളുമാണ്. അപ്പോൾ അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഈ ഗബ്രോ ബോയ് നമ്പേഴ്സ് വന്നിട്ടുള്ളത്. വാക്ക് വായിന്ന് ചാടി ചാടി പോകുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന തിയറി എന്ന് പറയുന്നത്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്ത വേണം, പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് വേണം, അതിൻ്റെ കൂടെ അതിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു കോഡ് കൂടി വേണം. അതായത് ഒരു വൈബ്രേഷനിലത്, അത് പ്രത്യേകിച്ച് ഈ ന്യൂമറോളജി നമ്പേഴ്സിനോട് താല്പര്യമുള്ളവർക്ക് അദ്ദേഹം ഒരു കോഡ് പറഞ്ഞിട്ട് അത് കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിലേക്ക് എത്തും എന്ന് പറയുന്നുള്ളതാണ്. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ വരുന്നില്ല എന്ന് നിങ്ങൾ എടുത്ത് പറഞ്ഞോട്ടെ. ഞാൻ കുറച്ച് എന്താ പറയുക, വിമർശനാത്മകമായിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. റാഷണലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതെന്ന് മാത്രമേ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ എന്തായാലും ഈ അറിവ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നു. കാര്യം വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. ഇതിനൊരു ഫാൻ ക്ലബ്ബ് തന്നെയുണ്ട്. വലിയ രീതിയിൽ എന്താ പറയുക, ഇതിന് അവർ റിസൾട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എന്താ പറയുക, ഇതാണ് എന്തായാലും എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഒരുവിധം എല്ലാ അസുഖങ്ങളും എല്ലാ ഇതും നമ്മുടെ പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം ഒരു കോഡഡ് സീക്വൻസ് ഇതാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു സീരിയസ് ആയിട്ടുള്ള വർക്കാണത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതിൽ ആ ഒരു എന്താ പറയുക, എല്ലാത്തിനും ഒരു സീക്വൻഷ്യൽ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഇതും നമ്പേഴ്സും ഒരു പ്രത്യേക ഒരു ഇൻഫർമേഷൻ സ്റ്റേറ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു കോഡ് ഭാഷ. ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. കമ്പ്യൂട്ടർ ആകെ അറിയുന്നത് കമ്പ്യൂട്ടറിന് ബൈനറി കോഡ്സ് എന്ന് പറയും. അതേപോലെ തന്നെ ഈ മനസ്സിന് അദ്ദേഹം പറയുന്നത് ചില കോഡുകൾ മാത്രമേ അറിയുള്ളൂ. അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും വാക്കുകളെക്കാട്ടിലും നല്ലത് കോഡുകളാണ് എന്നാണ് പറയുന്നത്. അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളൊക്കെ അഫർമേഷൻസ് പറയുന്ന ആളുകളാണ്. ഈ അഫർമേഷൻസ് പറയുമ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, അഫർമേഷൻസ് പലപ്പോഴും നമ്മളൊക്കെയുള്ളൊരു വികാരങ്ങൾ ആണ് ഇതാക്കുന്നത്. റെസിസ്റ്റൻസും ഡിസ്ബിലീഫും ഉണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ എന്താ പറയുക, ഒരു വ്യക്തി അദ്ദേഹം കുറേ നാളായിട്ട് അസുഖമായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഐ എം ഹെൽത്തി ഐ എം ഹെൽത്തി ഐ എം ഹെൽത്തി എന്ന് പറഞ്ഞാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ളത്. ഇത് ഭയങ്കര ഒരു കൗണ്ടർ റെസിസ്റ്റൻസ് എന്ന് പറയും. അത് ജോ വൈറ്റാലി തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ മനസ്സിന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ അഫർമേഷൻസ് പറയുന്നതെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉദാഹരണത്തിന് പലരോടും ഞാൻ ചോദിക്കുമ്പോൾ എത്ര രൂപ നമുക്ക് അച്ചീവ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ പറയും 1 കോടി 10 കോടി എന്നൊക്കെ പറയും. പക്ഷേ ഈ വ്യക്തി ഇവിടെ 1,00,000 രൂപ പോലും മാസം വരുമാനം ഉണ്ടാക്കുന്നില്ല. 1,00,000 പോലും മാസം വരുമാനം ഇല്ലാത്ത ആൾ ഐ ഏൺ 1 crore എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ നമ്പേഴ്സിന് പറ്റുന്നതാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതായത് നമ്മുടെ ഗബ്രബോ വോയ് എന്ന് പറയുന്ന ആ വ്യക്തി. അപ്പോൾ അദ്ദേഹം പറയുന്ന നമ്പേഴ്സ് ന്യൂട്രലാണ്. ഇപ്പോൾ പണ്ട് കാലം നമ്മൾ ഈ ഐ ലവ് യു എന്ന് പറയുന്നതിന് വരെ 143 എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാനൊക്കെ ടീനേജർ ആയിരിക്കുമ്പോൾ അതൊരു കോഡ് ഭാഷയാണ്. അപ്പോൾ 143 എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ. പക്ഷെ അത് ന്യൂട്രലാണ്, അതിന് വികാരമില്ല, ഒബ്ജക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഹെൽത്തി എന്ന് പറയുന്നതിനേക്കാളും ഭേദം ഇത് ഇതിൻ്റെ കോഡാണ്. നമ്മൾ 2147483647 എന്ന് പറയുന്ന ഒരു ഇതാണ് പറയുന്നതെങ്കിൽ എന്താ പറയുക, നമുക്ക് ആ ഒരു ന്യൂട്രൽ ഇത് കിട്ടുന്നുള്ളത്. ഇത് വെച്ചുകൊണ്ടാണ് ഒരു എന്താ പറയുക, മൊബൈൽ
ന്യൂമറോളജി എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങൾ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ഗബ്രബോയുടെ ഇതിലെല്ലാം 10 ഡിജിറ്റ്സ് പലതിലും വരുന്നുണ്ട്. മൊബൈൽ ഫോണിൻ്റെ നമ്പർ ആയതുകൊണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെ പരസ്യമായിട്ട്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ ഇദ്ദേഹം പറയുന്നത്. അതായത് പലപ്പോഴും അഫർമേഷൻസ് വിജയിക്കാത്തതിന് കാര്യം അത് എന്താ പറയുക, ഇമോഷണൽ ആയതുകൊണ്ടാണെന്നുള്ളതാണ്. ഇതേ ഇതിൽ തന്നെയാണ് സ്വിച്ച് വേർഡ്സും വർക്ക് ചെയ്യുന്നത്. സ്വിച്ച് വേർഡ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ എപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് വേർഡ്സ് ആകുമ്പോൾ, ഉദാഹരണത്തിന് നമ്മളൊരു വാക്ക് പറയുമ്പോൾ ടുഗദർ, ഡിവൈൻ, കൗണ്ട് ബി എന്ന് പറയുമ്പോൾ അത് 4 വാക്കുകളാണ്. പക്ഷേ അത് ഡിവൈനിലേക്ക് കൊടുക്കുമ്പോൾ അതിനാ ഒരു ഇതുണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനൊരു മെത്തേഡ് ഉണ്ട്. നമ്മളങ്ങനെ എല്ലാത്തിനും ഒരു മെത്തേഡ് ഉണ്ട്. വെറുതെ നമ്പർ എഴുതിയിട്ടതൊന്നും വർക്ക് ചെയ്യില്ല. പ്രധാനമായിട്ടും ഇത് മൾട്ടിപ്പിൾ ടൈംസ് എഴുതണം എന്നൊരു ഇതാണ് പറയുന്നത്. 2 വിഷ്വലൈസ് ചെയ്യുന്ന ഡിജിറ്റ്സ് എന്ന് പറയുന്നു. പിന്നെ അല്ലെങ്കിൽ മനസ്സിൽ ചാൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വാൾപേപ്പർ ആക്കുക, പിന്നെ ബ്രീത്തിങ്ങിലൂടെ കമ്പൈൻ ചെയ്യുക. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഇത് പറഞ്ഞുതരാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് പരീക്ഷിക്കണമെങ്കിൽ ആദ്യം തന്നെ ഇതിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഞാനൊരു 3 നമ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു ജീവിതത്തിലൊരു ബാലൻസും ഹെൽത്തുമാണ് വേണ്ടെങ്കിൽ ഈ നമ്പർ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ. അതല്ല, ലൈഫിൽ ഫിനാൻഷ്യൽ ഫ്ലോ ആണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നമ്പർ ഫോക്കസ് ചെയ്യുക. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ചെറുതായിട്ടാണ് വരിക, നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണിയാണ് വേണമെങ്കിൽ ഈ നമ്പർ, ഇതിലേതെങ്കിലും ഒരു നമ്പർ ആദ്യം തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ നമ്പർ ചൂസ് ചെയ്യാം. ജനറൽ ബാലൻസ് ആണെങ്കിൽ 21, 47, 48, 36, 47 എന്നുള്ളതാണ്. പിന്നെ ഫിനാൻഷ്യൽ ഫ്ലോ ആണെങ്കിൽ 31, 85, 14, 70, 82, 19. ഹാർമണിയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ 69, 54, 32, 1. സോറി യെസ്. ഇതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു ഇതെങ്ങനെയാണ് ഒരു പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴും അറിയാമല്ലോ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ക്ലിയർ ഇൻറ്റൻഷൻ വേണം. ക്ലിയർ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് റിസൾട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതാണ് ആദ്യത്തേത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആരോഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് എത്ര കിലോ വെയിറ്റ്, എത്ര ആരോഗ്യത്തിന് ക്ഷമത, അതായത് കൃത്യമായിട്ടൊരു ഔട്ട്കം നമ്മൾ പ്രതീക്ഷിച്ചാലേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പലരും പറയും കാശ് വേണം. കാശ് വേണമെങ്കിൽ എത്ര രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വരണം, ആ രൂപ ബിലീവബിൾ ആണോ നിങ്ങളുടെ മനസ്സിന്, അത് കൃത്യമായിട്ട് ഇതുണ്ടായിക്കഴിഞ്ഞ് എന്നിട്ടാണ് നമ്മളിത് ചാൻറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ 1,00,000 രൂപ എല്ലാ മാസവും വന്നു കഴിഞ്ഞാൽ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹാരം ഉണ്ടാവും. അല്ലെങ്കിൽ 10,00,000 രൂപയാണെങ്കിൽ അത് നമ്മളിലേക്ക് വരുന്ന പോലെ നമ്മൾ സങ്കല്പിക്കണം. അതായത് നമ്മുടെ ബാങ്കിൽ വരുന്ന പോലെ, നമ്മുടെ ഇതിൽ എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ ആ കാശുള്ള വഴി വിഷ്വലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അക്കൗണ്ട് വിഷ്വലൈസ് ചെയ്യുന്നു, ആ ഇത് വരുന്ന പോലെ, ഇത് മാസം മാസം ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് വരുന്ന പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഇത് അങ്ങനെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്തി ആണെങ്കിൽ നമ്മളേക്ക് ആരോഗ്യം വരുന്ന മാതിരി വിഷ്വലൈസ് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. ഇത് ഒന്നും തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, എൻ്റെ അറിവിൽ എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ നിങ്ങളോട് ഞാൻ പറയുന്നത് ചില ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ, എഡ്യൂക്കേഷന് വേണ്ടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അറിവാണ് പങ്കുവയ്ക്കുന്നത്, ഒരിക്കലും ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് അല്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ട് അതിൽ കിട്ടിയ അറിവാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം രണ്ടാമത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയത്ത് ഒരു നമ്പർ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, എല്ലാം കൂടി ജീവിതത്തിൽ മിക്സ് ആക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഒരു നമ്പർ ചൂസ് ചെയ്യാൻ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം ഏതാണ്, ഒരെണ്ണത്തിൽ മാത്രം ഇതാക്കി നിൽക്കുക. അത് മനസ്സിൽ ഇതാക്കി കഴിഞ്ഞാൽ ആ നമ്പർ മാത്രം നമ്മൾ എടുത്താൽ മതി. പിന്നെ ഇതിനൊരു സമയമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോൾ ഇതാക്കാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താ പറയുക, ഹാർമണിയുടെ ഒരു നമ്പറാണ് എടുത്തതെങ്കിൽ നമ്മൾ അതിനൊരു സമയം കൃത്യമായിട്ട് കണ്ടെത്തുന്നു. ആ സമയത്ത് നമ്മൾ ഇരുന്നിട്ട്, ഇപ്പോൾ ഈ നമ്പർ ആണെങ്കിൽ നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് ഒരു 3 ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്ത് നമ്മൾ ഇതാക്കുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് ഹാർമണി ആണെങ്കിൽ നമ്മളും നമ്മുടെ പാർട്ണറും ചേർന്നിരിക്കുന്ന പോലെ, സന്തോഷമായിരിക്കുന്ന പോലെ, അതായത് എന്ത് ഔട്ട്കമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ നമ്മുടെ പാർട്ണർ ബിഹേവ് ചെയ്യണം, എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ ഓർക്കുന്നു. അതിനുശേഷം ഈ നമ്പർ നമ്മൾ നോക്കിയിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നു. അതായത് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഈ നമ്പർ മനസ്സിലുണ്ടാവണം. അങ്ങനെ നമ്മളൊരു എന്താ പറയുക 8-10 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആ ചിന്ത, ഓക്കെ, നമ്മുടെ ഇമോഷൻ, നമ്മുടെ വൈബ്രേഷൻ, ഇത് മൂന്നും ചേർന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഇത് എത്ര ദിവസം ചെയ്യണം, എത്ര നേരം ചെയ്യണതിനെ കുറിച്ചിട്ട് എന്താ പറയുക, ഓരോരുത്തർക്കും അവരുടെ ഇതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇതനുസരിച്ച്, ഫോർ എക്സാമ്പിൾ കുറേ നാളായിട്ട് ബ്രേക്കപ്പാണ്, 2 വർഷമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ലെങ്കിൽ കുറേ അധികം നാൾ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിനൊന്നും എന്താ പറയുക സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇതില്ല. പക്ഷേ ഇത് പോസിറ്റീവും ഇതുമായിട്ട് വരുന്നുണ്ട്. ഇനി എന്താ പറയുക, നമ്മളിപ്പോൾ ലാസ്റ്റ്
ഒരു ഫൈനലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത് ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഫിനാൻസിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു 3-4 മിനിറ്റ് ഇരുന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് ഇമേജ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ഉള്ള കാര്യമാണ്. അത് എന്താ പറയുക, ഒരുവിധം എല്ലാ മെൻറ്റേഴ്സും നമ്മളോട് പറയുന്നതാണ്. ഞാനും രാവിലെ എണീറ്റ് വിഷ്വലൈസേഷൻ ചെയ്യുന്നതാണ്. ഇമാജിൻ്റെ ഫ്യൂച്ചർ, അതായത് ഇമാജിൻ്റെ ഫ്യൂച്ചർ പറഞ്ഞാൽ നമ്മളൊരു അവസ്ഥ ഇതായിരിക്കും, അതിൽ യാതൊരു തെറ്റുമില്ല. കാര്യം വെച്ചാൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് പോസിറ്റീവ് ഔട്ട്കം കിട്ടുന്നുള്ളത് പൊതുവേ പറയുന്നതാണ്. പിന്നെ എന്ന് വെച്ചാൽ നമുക്കൊരു ആങ്സൈറ്റി ഒന്ന് കാമാവും. കാരണം എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് ഇതിലേക്ക് വരുമ്പോൾ കണ്ണുകളടച്ച് അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം അവിടെ എത്താം എന്ന് പറയുന്നൊരിത്. പിന്നെ പൊതുവേ എന്താ പറയുക, ഈ അഫർമേഷൻസ് പലർക്കും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതാണ്. പിന്നെ ഇതൊരു തുടക്കക്കാർക്ക് ഒരു എൻട്രി പോയിന്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിന് യാതൊരു സയൻറ്റിഫിക് വാലിഡേഷനും ഇല്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ പറയുക, എസ്പെഷ്യലി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പ്രൂവൺ സിസ്റ്റം ഒന്നുമല്ല നിങ്ങൾ പറഞ്ഞോട്ടെ. മാത്രമല്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പലരും അതിനോട് ഡിപ്പെൻഡൻ്റ് ആയിപ്പോവും. അതായത് ഇത് തന്നെ ടാറ്റു ഒക്കെ മേത്ത് കുത്തിവെക്കുന്ന ആളുകളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് ഈ നമ്പേഴ്സൊക്കെ. അപ്പോൾ അതിനോട് ഒരു ഡിപ്പെൻഡൻസി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നതാണ് നല്ലത്, അല്ലാതെ നമ്മൾ ഇതേപോലത്തെ ഇതിലൊന്നും ഇരിക്കാൻ പാടില്ല. എപ്പോഴും നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു സമൂഹമാണ് കേരളത്തിൻ്റെ. ആ ഒരു എഡ്യൂക്കേഷൻ ഇതിൽ നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് വിട്ട് ഇതാക്കാൻ പാടില്ല. ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറേ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ അതൊരു മിത്ത് ബസ്റ്റിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. പിന്നെ പലപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനൊരു വിമർശനാത്മകമായിട്ട് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ റോണ്ട ബേർണി പറയുന്നത് എന്താ പറയുക, നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് ആ ചിന്ത ആ ഇമോഷനിലേക്ക് ഇതായിരുന്നെങ്കിൽ നമ്മളിലേക്ക് വരുന്നുള്ളതാണ്. പക്ഷേ ഈവൻ റോണ്ട ബെർണി പോലും അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടുണ്ടാവില്ല. അവർ ആക്ഷൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ആക്ഷൻ എന്ന് പറയുന്നത് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തിനും ഒരു ഇൻസ്പയർഡ് ആക്ഷൻ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല ഇത് വളരെ എന്താ പറയുക തെറ്റായ രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഇപ്പം നമ്മൾ EFTയും എല്ലാത്തിലും നോക്കുമ്പോൾ പൊതുവേ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഫലിക്കാത്ത ഒരു അവസാന സ്റ്റേജിലാണ് ഇതിലേക്കൊക്കെ ആളുകൾ വരുന്നത്, നമ്മൾ എപ്പോഴും ഓർക്കണം. അല്ലാതെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള അസുഖത്തിനും മരുന്നും കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴും അതിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ താങ്കളോട് പറയാൻ ഉദ്ദേശിച്ചത്, ഗബ്രബോവോയ് നമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ആ കോവിഡ് സമയത്താണ് ഇതിന് ഏറ്റവും പ്രചാരം കിട്ടിയത്. അത് ടിക്ടോക്കിലൂടെയാണ്. ടിക്ടോക്ക് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരിക്കലും ഒരു ഇതായിട്ടുള്ളതല്ല. അപ്പോൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു ഹോപ്പിന് വേണ്ടി എന്താ ഇത്രയും നമ്പറുകളും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പോസിറ്റീവ് ഇത് ക്ലെയിം ചെയ്യുന്ന ഇതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതാണ് ഈ നമ്പേഴ്സിൻ്റെ പിന്നിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ അറിവ് താങ്കളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വീഡിയോ അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അറിവുകളും ഞാൻ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ എൻഡോഴ്സ് ചെയ്യുകയോ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുന്നില്ല, അറിവിലേക്ക് വേണ്ടി മാത്രമാണ്. സോ ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ. ടാരോ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുക്കൂ. അല്ലെങ്കിൽ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.